ഇന്ന് ഇസ്രയേൽ മെഡിറ്ററേനിയൻ സമയം പുലർച്ചെ ഇറാനിൽ വ്യാപകമായ സൈനിക ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും മിസൈൽ പൊട്ടിത്തെറികൾ കേട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിച്ചു. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി വ്യോമസേനയുടെയും മിസൈലുകളുടെയും സഹായത്താൽ ഇറാന്റെ പ്രതിരോധ സൈനിക സർക്കാർ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തി. 2025 ജൂൺ 20-21 തീയതികളിലാണ് അമേരിക്ക ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന കോഡ് പേരിൽ ഇറാനെതിരെ ആദ്യമായി ആക്രമണം നടത്തിയത്. മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ, സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അന്ന് ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ മിസ്സോറിയിലുള്ള വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത B-2 ബോംബർ വിമാനങ്ങളാണ് കുറഞ്ഞത് 18 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇറാനിൽ ആക്രമണം നടത്തി. റഷ്യയുടെയും ചൈനയുടെയും റഡാറുകൾ പിടിക്കപ്പെടാതിരിക്കാൻ നിരവധി മിഡ് എയർ റീഫ്യൂവലിംഗും കൂടാതെ മറ്റ് സപ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഇറാനിലെ ഫോഡോ യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ്, നെതൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി, ഇഷ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ തുടങ്ങിയവയും ആക്രമിച്ചു. ഇറാന്റെ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാനുള്ള ശേഷി നശിപ്പിക്കാനാണ് ഈ ആക്രമണം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞെങ്കിലും ഈ ആക്രമണത്തിന് ശേഷവും ഇറാൻ അതിന്റെ ആണവിക പ്രവർത്തനങ്ങൾ തുടർന്നുവെന്ന് ചില വാർത്താ മാധ്യമങ്ങൾ സൂചിപ്പിച്ചു. അക്രമത്തിൽ അതിന് മുഴുവൻ നാശം ഉണ്ടായിട്ടില്ലെന്ന് വിദേശ പത്രമാധ്യമങ്ങൾ പറയുന്നു. ഇറാന്റെ ആണവിക ബോംബ് ഉണ്ടാക്കാനുള്ള ശേഷി ഇസ്രയേലിലും മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക് രാജ്യങ്ങളായ സൗദി, UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. ഇറാൻ ന്യൂക്ലിയർ ശക്തിയാകുന്നത് ഇസ്രയേൽ ഒരിക്കലും സമ്മതിക്കില്ല. ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് ആക്രമിക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു മാസമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് USS എബ്രഹാം ലിങ്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് നിലയുറപ്പിച്ചിരുന്നു. USS തിയോഡോർ റൂസ്വെൽറ്റ് നേവൽ ഫ്ലീറ്റും USS ജെറാൾഡ് R. ഫോർഡ് US കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പും കഴിഞ്ഞ ആഴ്ചയോടെ വന്നു. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന മൾട്ടിറോൾ യുദ്ധവിമാനമായ FA-18 സൂപ്പർ ഹോർനെറ്റ്, റഡാറുകളിൽ പെടാത്ത 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-35 ലൈറ്റ്നിംഗ്, ഇലക്ട്രോണിക് വാർഫെയർ EA-18, പറക്കുന്ന റഡാറായ അഡ്വാൻസ് ഹോക്കിങ്സ്, MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്റേഴ്സ് ഇവയെല്ലാം അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ ഉള്ളതാണ്. ഇതുകൂടാതെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സ്, ന്യൂക്ലിയർ സബ്മറൈൻസ് എല്ലാം അമേരിക്കയുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇവയെല്ലാം അമേരിക്ക അറബിക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇറാനിലെ ഖമേനിയുടെ ഭരണമാറ്റം, ഇറാന്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിക്കുക, ന്യൂക്ലിയർ ആയുധശേഷി എന്നേക്കുമായി നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഇറാന്റെ ഒരു ന്യൂക്ലിയർ ബോംബ് മാത്രം മതി ഇസ്രായേലിൽ എല്ലാവരെയും കൊല്ലാൻ. ഇസ്രായേലിന് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിലും വലിയൊരു യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള വേഗതയേറിയ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. എന്നാൽ സമുദ്രത്തിൽ നിരന്തരം ഒരു പ്രത്യേക കോൺഫിഗറേഷനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലിനെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ ആവശ്യമായ അത്യാധുനിക സാറ്റലൈറ്റ് സെന്ററുകളോ റഡാർ ശൃംഖലയോ ഇറാന് ഇല്ല. അമേരിക്കയുടെ മൾട്ടി ലെയർഡ് ഡിഫൻസ് സിസ്റ്റത്തെ മറികടന്ന് ചലിക്കുന്ന ലക്ഷ്യത്തെ തകർക്കുക എന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് പോലും അതീവ ദുഷ്കരമാണ്. ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുള്ള മേഖലകളിൽ മുഖ്യം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ ഇറാന്റെ സ്ട്രാറ്റജിക് ശത്രുവായിട്ടാണ് കാണുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള ആക്രമണം, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ പ്രോക്സികൾ വഴിയുള്ള ആക്രമണം. ഇറാന് നേരിട്ട് അമേരിക്കയുടെ മെയിൻലാൻഡ് ആക്രമിക്കാൻ പറ്റില്ലെങ്കിലും ബഹ്റൈനിലുള്ള അമേരിക്കയുടെ 5th ഫ്ലീറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, കുവൈത്ത്, ഇറാഖ് എന്നിവിടങ്ങളിലെ US ക്യാമ്പുകൾ, പെർഷ്യൻ ഗൾഫിലെയും അറബിക്കടലിലെയും യുദ്ധക്കപ്പലുകൾ, ഖത്തറിൽ അമേരിക്കയുടെ വലിയ സൈനിക താവളമായ അൽ ഉദൈദ് സൈനിക താവളം, ഇതൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമായതിനാൽ ഖത്തറിനെ നേരിട്ട് ശത്രുവാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഹൂതി വിമതർ വഴി സൗദിയുടെ എണ്ണ ശുദ്ധീകരണശാലകളും കപ്പലുകളും ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. റഷ്യയിൽ ജൂതന്മാർ കൂടുതൽ ഉള്ളതുകൊണ്ടും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉള്ള റഷ്യക്ക് ഇസ്രയേലിനോട് സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ടും റഷ്യ ഇസ്രയേലിനെതിരെ വലിയ രീതിയിൽ ഇറാനെ സഹായിക്കില്ല. ചൈനയ്ക്ക് ഇതൊരു അവസരമാണ്. അമേരിക്ക വെനിസ്വേലയിൽ നിന്ന് ചൈനയെ ഓടിച്ചതിന് തിരിച്ചു പണിയാം. ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളും ആയുധങ്ങളും ചൈന സ്പോൺസർ ചെയ്തതാണെന്ന് ഉള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. ചൈന വാങ്ങുന്ന എണ്ണയുടെ 50% ഇറാന്റേതാണ്. യുദ്ധത്തിൽ ഇസ്രയേലിന് വലിയ പരിക്ക് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ പരിക്ക് അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തകർക്കാൻ ഇസ്രയേലിന് കഴിയുമോ എന്നതും യുദ്ധം എത്ര കാലം നിലനിൽക്കും എന്നതും ചൈനയുടെ എത്ര ആയുധങ്ങളും മിസൈലുകളും ഇറാന്റെ പക്കലുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഇറാന്റെ വജ്രായുധമായി ഹോർമൂസ് കടലെടുക്ക്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്. ലോകത്തെ എണ്ണ വിപണിയുടെ 20% കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇറാൻ കടൽ മൈനുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ എണ്ണ വില കുതിച്ചു കയറും. പല എണ്ണ ഇറക്കുമതി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരും. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയാകും.